മാന്നാർ കൊലപാതക കേസിൽ അനിൽകുമാറിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധിച്ചത് സോമൻ ചേട്ടനായിരുന്നു. പോലീസിനേറെ സഹായകരമായി സോമൻ ചേട്ടന്റെ ഈ ഒരു പ്രവൃത്തി. സോമൻ ചേട്ടനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ഇന്നലെ ആ 3 സെപ്റ്റിക് ടാങ്കും തുറന്ന് പരിശോധിച്ചിരുന്നു. മനുഷ്യ ശരീരാവശിഷ്ടം എന്ന് തോന്നുന്ന എന്തെങ്കിലും കണ്ടുകിട്ടിയോ? തോന്നുന്നതെന്ന് പറഞ്ഞാൽ തോന്നുന്ന രീതിയിലുള്ള നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനാണോ അല്ലയോ എന്ന് ഫോറൻസിക് റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്കറിയാനൊക്കത്തുള്ളൂ. പിന്നെ അതിനകത്ത് കിട്ടിയിരിക്കുകയെന്ന് വെച്ചാൽ ഒരു ഷഡ്ഡിയുടെ ഇലാസ്റ്റിക് കിട്ടിയിട്ടുണ്ട്, പിന്നെ ലോക്കറ്റ്, പിന്നെ ഒരു ക്ലിപ്പ്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മളിപ്പം ഇതെല്ലാം ഫോറൻസിക് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിനകത്ത് ഒത്തിരി കെമിക്കൽ ചേർത്തിട്ടുണ്ട്. ഈ മലത്തിനകത്ത് ഒരുപാട് കെമിക്കൽ ചേർത്തുകൊണ്ടാണ് ഇത് പൊടിഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഈ പല്ല്, എല്ല്, അതിന് സമാനമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണോ കിട്ടിയത്? പല്ലിന് സാമ്യമായിട്ടുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പല്ലിന് സാമ്യമായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ എല്ലിൻ്റെ പൊടിയുടെ അംശം അതിനകത്തുണ്ട്. റിബണിൽ സമാനമായിട്ടുള്ള ഒരു വസ്തു കണ്ടിരുന്നു. റിബണിനല്ല, അത് ഈ ഷഡ്ഡിയുടെ ഇലാസ്റ്റിക്കാണ്. ഷഡ്ഡിയുടെ 2 കാലിൻ്റെയും അരയുടെ ഇലാസ്റ്റിക്കാണ് കിട്ടിയത്. ഇപ്പോൾ ഇലന്തൂർ നരബലി കേസിലും അങ്ങനെ തന്നെയായിരുന്നല്ലോ. അതിന് സമാനമായിട്ടുള്ള എന്തെങ്കിലും നമ്മൾ ഈ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഇത്രയും 10-15 വർഷമായില്ലേ, ഇതിപ്പം നമുക്ക് അത്ര തന്നെ കിട്ടിയത് തന്നെ ഭാഗ്യമെന്ന് നമുക്ക് പറയാം. കാരണം ഇതിനകത്ത് കെമിക്കൽ ഒരുപാട് ഇറക്കിയിട്ടുണ്ട്. അത് പെട്ടെന്ന് എല്ലും ഈ പൊടിഞ്ഞു പോകുന്നതിനായിട്ട് അത് നമുക്ക് കൃത്യമായി മനസ്സിലാച്ചാൽ കരിങ്കല്ല് വരെ പൊടിയുന്നുണ്ട്. അതായത് ഞാൻ അതിനകത്ത് നിന്ന് ഇറങ്ങിയെടുത്തപ്പോൾ ഇപ്പം മൊത്തം കോരി കളഞ്ഞാൽ അത് ഒരു പൊടി പോലും നമുക്ക് കിട്ടില്ല. അതായത് ഈ നമ്മൾ ഈ വാരി എടുത്തതിന് ശേഷം കൈകൊണ്ട് ഇങ്ങനെ തടവിയപ്പോൾ അത് പൊടിഞ്ഞു പോയി. കൊണ്ട് പിന്നെ ഞെട്ടി നോക്കിയാണ് എടുക്കുന്നത്. അത് പിന്നെ ചാനലുകളിലെ എല്ലാവരും കണ്ട കാര്യമാണ്. പക്ഷെ അതിനകത്ത് അങ്ങനെ അത് പറ്റുമോ? നമ്മൾ അരിപ്പയ്ക്കകത്ത് ഇട്ടിട്ടും ഒഴിച്ചിട്ടും കാര്യമല്ല, പൊടിഞ്ഞു പോകും. ഏതായാലും മനുഷ്യ ശരീരാവശിഷ്ടം തന്നെയാണെന്ന് അങ്ങ് ഉറച്ചു വിശ്വസിക്കുന്നു. 80% വിശ്വസിക്കുന്നത്. ബാക്കി ഫോറൻസിക്കിന് എടുക്കുക. ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ മുൻകാലങ്ങളിൽ അനുഭവങ്ങൾ ധാരാളം ഉണ്ടല്ലോ. അപ്പോൾ ഇത്തരം കേസുകൾ തെളിഞ്ഞ അനുഭവമുണ്ടോ? ഉണ്ട്. കേസ് തെളിഞ്ഞ അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു കിണറ്റിൽ നിന്ന് കിട്ടിയത്. അതിനിപ്പോൾ ആ ഒരു ഇതുവരെയും തെളിഞ്ഞിട്ടില്ല. DNA വിട്ടിട്ടുണ്ട്. നമുക്കൊരു മിസ്സിംഗ് കേസിൻ്റെ ഉണ്ടായിരുന്നു. ആ ഒരു ഇതിൽ പോകുന്നു. ഇനി ഇവിടെ കൂടുതൽ പരിശോധനയ്ക്ക് സാധ്യതയുണ്ടോ? ഇതിൽ പരിശോധനയ്ക്കുള്ള സാധ്യതയില്ല. കിട്ടാനുള്ളതെല്ലാം കിട്ടാനുള്ള അതിനകത്ത് ഒരു തരി പോലും ഉള്ളതുവരെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ശാസ്ത്രീയ പരിശോധന നടത്തുമ്പോൾ എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും അത് തെളിയാനുള്ള സാധ്യതയുണ്ടല്ലോ. സാധ്യതയുണ്ട്. പിന്നെ പൊടിയാന്നുള്ളത് അതിന് പ്രതികൾ പറയുന്നുണ്ട്, കൂടെ ഇട്ടെന്നുള്ള പറയുന്നുണ്ട്. പിന്നെ അതിനകത്ത് അതിൻ്റെ ഒരു അംശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോമൻ ചേട്ടൻ്റെ ഈ ഒരു സേവനം പോലീസിനെ സംബന്ധിച്ച് വളരെ സഹായകരമായി. ഇന്നലെ തന്നെ ആലപ്പുഴ SP വ്യക്തമാക്കിയത് ഇതൊരു കൊലപാതകം തന്നെയാണ് എന്നാണ്. അതുപോലെ തന്നെ ഈ കിട്ടിയ മനുഷ്യ ശരീരാവശിഷ്ടങ്ങൾ അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഇനി വിധേയമാക്കണം. അതിൻ്റെ പരിശോധനാ ഫലം വരുമ്പോൾ മാത്രമായിരിക്കും ഈ ഒരു കേസിൻ്റെ നിർണായകമായിട്ടുള്ള വഴിത്തിരിവുണ്ടാവുക. ഏതായാലും ഈ ഒരു സന്ദർഭത്തിൽ താൻ ശേഖരിച്ച വസ്തുക്കൾ മനുഷ്യ ശരീരാവശിഷ്ടത്തിന് സമാനമായത് തന്നെയാണെന്നാണ് സോമൻ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.